ഇസ്രായേലിന്റെ അഹങ്കാരമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മെർക്കാവ ടാങ്കുകൾ തെക്കൻ ലെബനനിലെ മണ്ണിൽ കത്തിയിരിക്കുകയാണ്. ഒരു കാലത്ത് തകർക്കാൻ അസാധ്യമെന്ന് കരുതിയിരുന്ന ഇസ്രായേലിന്റെ ഈ ഉരുക്കുകോട്ടകളെ ഹിസ്ബുള്ള പോരാളികൾ നിഷ്പ്രഭമാക്കുന്ന കാഴ്ചയാണ് ലോകം കാണുന്നത്. വെറും മണിക്കൂറുകൾക്കുള്ളിൽ ഡസൻ കണക്കിന് ടാങ്കുകളാണ് തകർക്കപ്പെട്ടത്. ഇതിനെ ഒരു മെർക്കാവ കൂട്ടക്കുരുതിയെന്നാണ് പ്രതിരോധ വിദഗ്ധരടക്കം വിശേഷിപ്പിക്കുന്നത്. ബുധനാഴ്ച മാത്രം 21 മെർക്കാവ ടാങ്കുകൾ തകർത്തെങ്കിൽ വ്യാഴാഴ്ച പുലർച്ചെയോടെ ആ സംഖ്യ വീണ്ടും കുത്തനെ ഉയർന്നു. മാർച്ച് 2-ാം തീയതിക്ക് ശേഷം മാത്രം ഏതാണ്ട് 100-നടുത്ത് മെർക്കാവ ടാങ്കുകളാണ് ഹിസ്ബുള്ളയുടെ ആക്രമണത്തിൽ തകർന്നു വീണത്. ഇത് ഇസ്രായേൽ പ്രതിരോധ സേനയെ സംബന്ധിച്ചിടത്തോളം താങ്ങാനാവുന്നതിലും അപ്പുറമുള്ള വലിയൊരു പ്രഹരമാണ്. ഡെബിൾ എന്ന സ്ഥലത്ത് വെച്ച് മാത്രം അതീവ കൃത്യതയാർന്ന ഗൈഡഡ് മിസൈലുകൾ ഉപയോഗിച്ച് 3 മെർക്കാവ ടാങ്കുകളാണ് ഹിസ്ബുള്ള തകർത്തത്. അൽക്കാന്തറ എന്ന തന്ത്രപ്രധാനമായ മേഖലയിലും ഇസ്രായേലിന് വലിയ തിരിച്ചടിയാണ് നേരിടേണ്ടി വന്നത്. അവിടുത്തെ ടെക്നിക്കൽ സ്കൂളിന് സമീപവും വാട്ടർ റിസർവോയറിനടുത്തും നിലയുറപ്പിച്ചിരുന്ന ടാങ്കുകളെ ലക്ഷ്യമിട്ടായിരുന്നു ഹിസ്ബുള്ളയുടെ നീക്കം. ഡ്രോണുകളും മിസൈലുകളും ഒരുപോലെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഈ പുതിയ യുദ്ധതന്ത്രത്തിന് മുന്നിൽ ഇസ്രായേൽ പതറുന്ന കാഴ്ചയാണ് പശ്ചിമേഷ്യയിൽ കാണാൻ സാധിക്കുന്നത്. തെയ്ബയിൽ മാത്രം ഏതാണ്ട് 12ഓളം ടാങ്കുകളാണ് ഗൈഡഡ് മിസൈൽ ആക്രമണത്തിൽ തകർന്നത്. ഡിയർ സിറിയനിലും ടൈബെ അൽക്കാന്ദ്ര റോഡിലും ആക്രമണങ്ങൾ ഇപ്പോഴും തുടരുകയാണെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. ഇസ്രായേലിൽ ഹിസ്ബുള്ള നടത്തിവരുന്ന ആക്രമണങ്ങൾ 2006-ലെ യുദ്ധ സാഹചര്യങ്ങളെയാണ് ഓർമ്മിപ്പിക്കുന്നത്. അന്ന് ഹിസ്ബുള്ളയുടെ ചെറിയൊരു യൂണിറ്റ് 25 ഇസ്രായേലി ടാങ്കുകൾ തകർത്തത് ലോകത്തെ അത്ഭുതപ്പെടുത്തിയിരുന്നു. ചരിത്രം വീണ്ടും ആവർത്തിക്കുകയാണോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ആഗോളതലത്തിൽ ഉയരുന്നത്. ഇവിടെ മറ്റൊരു പ്രധാന വശം സാമ്പത്തിക ലാഭനഷ്ടങ്ങളാണ്. ഹിസ്ബുള്ള ഉപയോഗിക്കുന്ന മിസൈലുകൾക്ക് വെറും $1000 മാത്രമാണ് ചിലവ് വരുന്നത്. എന്നാൽ ഇസ്രായേലിന്റെ ഓരോ മെർക്കാവ ടാങ്കിന്റെ വില ഏകദേശം $60 ലക്ഷം ആണ്. അതായത് ഏതാണ്ട് 50 കോടിയോളം ഇന്ത്യൻ രൂപ. ഒരു ടാങ്ക് നിർമ്മിച്ചെടുക്കാൻ 2 വർഷത്തോളം സമയമെടുക്കും. കുറഞ്ഞ ചെലവിലുള്ള ആയുധങ്ങൾ ഉപയോഗിച്ച് കോടികൾ വിലമതിക്കുന്ന അത്യാധുനിക യുദ്ധവിമാനങ്ങളെയും ടാങ്കുകളെയും തകർക്കുന്ന ആധുനിക യുദ്ധതന്ത്രങ്ങളാണ് ഹിസ്ബുള്ള അവലംബിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 1 വർഷമായി തങ്ങൾ പാലിച്ചു വന്ന തന്ത്രപരമായ ക്ഷമ കൈവിടുകയാണെന്നാണ് ഹിസ്ബുള്ള പ്രഖ്യാപിച്ചിരിക്കുന്നത്. വെടിനിർത്തൽ ചർച്ചകൾ പുരോഗമിക്കുമ്പോഴും തെക്കൻ ലെബനനിൽ ഇസ്രായേൽ തുടരുന്ന ആക്രമണങ്ങൾക്കുള്ള മറുപടിയാണിതെന്നാണ് അവർ പറയുന്നത്. ബുധനാഴ്ച മാത്രം 95 സൈനിക ഓപ്പറേഷനുകളാണ് ഹിസ്ബുള്ള നടത്തിയത്. വ്യാഴാഴ്ച ആകുമ്പോഴേക്കും അത് 96 ഉയർന്നിട്ടുണ്ട്. ഇസ്രായേലിന്റെ പ്രതിരോധ സംവിധാനങ്ങളെ തകർക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള നിരന്തരമായ ആക്രമണങ്ങളാണ് അതിർത്തിയിൽ നടന്നുവരുന്നത്. ഇതിനിടയിൽ വടക്കൻ ഇസ്രായേലിലെ നഹാരിയ എന്ന നഗരത്തിൽ ഹിസ്ബുള്ള നടത്തിയ റോക്കറ്റ് ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെടുകയും മറ്റൊരാൾക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. ജനവാസ മേഖലകളെ ലക്ഷ്യം വെച്ചുള്ള ആക്രമണം വടക്കൻ ഇസ്രായേലിലെ ജനജീവിതം ദുസ്സഹമാക്കിയിരിക്കുകയാണ്. കരയുദ്ധത്തിലും ഇസ്രായേലിന് കനത്ത വില നൽകേണ്ടി വരുന്നുണ്ട്. ഇസ്രായേലിന്റെ അഭിമാനമായ ഗോലാനി ബ്രിഗേഡിലെ ഉന്നത ഉദ്യോഗസ്ഥനായ സ്റ്റാഫ് സർജന്റ് ഓറി ഗ്രീൻബർഗ് എന്ന 21-കാരൻ പോരാട്ടത്തിനിടയിൽ കൊല്ലപ്പെട്ട വാർത്ത ഇസ്രായേൽ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഫെബ്രുവരി 28-ന് തുടങ്ങിയ പുതിയ കരയുദ്ധത്തിന് ശേഷം കൊല്ലപ്പെടുന്ന 3ാമത്തെ ഇസ്രായേലി സൈനികനാണ് ഇദ്ദേഹം. ഇതിനു മുൻപ് മാർച്ച് 8-ന് 2 സൈനികർ കൂടി കൊല്ലപ്പെട്ടിരുന്നു. സർജന്റ് ഫസ്റ്റ് ക്ലാസ് മഹർ ഖത്താർ എന്ന സൈനികനായിരുന്നു അതിലൊരാൾ. തെക്കൻ ലെബനനിൽ പുലർച്ചെ 2 മണിയോടെ നടന്ന അതിശക്തമായ ഏറ്റുമുട്ടലാണ് ഗ്രീൻബർഗ് കൊല്ലപ്പെട്ടത്. ഹിസ്ബുള്ള പോരാളികൾ അതിക്രമിച്ചു കയറിയതിനെ തുടർന്നുണ്ടായ വെടിവയ്പ് മണിക്കൂറുകളോളമാണ് നീണ്ടുനിന്നത്. സൈനികന്റെ മരണത്തിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു കടുത്ത ദുഃഖം രേഖപ്പെടുത്തി. ഹിസ്ബുള്ളയുടെ കനത്ത പ്രത്യാക്രമണത്തിന് തിരിച്ചടിയായി ഇസ്രായേലും വലിയ നീക്കങ്ങൾ നടത്തുന്നുണ്ട്. തെക്കൻ ലെബനനിലെ ഹിസ്ബുള്ളയുടെ കമാൻഡ് സെന്ററുകളും ആയുധപ്പുരകളും തകർത്തതായി IDF അവകാശപ്പെട്ടു. ഏതാണ്ട് 200-ലധികം ഹിസ്ബുള്ള കേന്ദ്രങ്ങൾ തകർത്തുവെന്നാണ് ഇസ്രായേലിന്റെ അവകാശവാദം. വലിയൊരു ആയുധശേഖരം തന്നെ പിടിച്ചെടുത്തതായും അവർ പറയുന്നുണ്ട്. എങ്കിലും ടാങ്കുകൾക്ക് സംഭവിക്കുന്ന കനത്ത നാശനഷ്ടം ഇസ്രായേലിനെ വലിയ തോതിൽ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. ഇസ്രായേലിന്റെ അത്യാധുനിക പ്രതിരോധ കവചങ്ങളെ തുളച്ചുകയറുന്ന ഹിസ്ബുള്ളയുടെ മിസൈലുകൾ മധ്യപൂർവേഷ്യയിലെ യുദ്ധത്തിന്റെ ഗതി തന്നെ മാറ്റിയിട്ടുണ്ട്.